ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പുതുവർഷ ആഘോഷങ്ങളിലേക്കാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ആഘോഷമൊക്കെ നടക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ കൊച്ചി നമ്മുടെ പുതുവത്സര ആഘോഷങ്ങൾക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ രാത്രി 12 മണിക്ക് ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതാണ് പ്രധാന പരിപാടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാനായി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുക. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഞാൻ പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചിയിലാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് കൊച്ചിയിലേക്കാണ്, പ്രത്യേകിച്ച് പപ്പാഞ്ഞിയെ കാണാനാണ്. ഇക്കുറിയിലത്തെ ആഘോഷങ്ങളാണെങ്കിൽ കോടതി കയറിയ ആഘോഷങ്ങൾ കൂടിയാണ്. ഈ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ 2 പപ്പാഞ്ഞി വരുന്നു, പിന്നീട് അതിൽ കോടതി പോലും ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ക്രമീകരണങ്ങളൊക്കെ ഏതുവരെയായി? എങ്ങനെയാണ് ഇന്നത്തെ മുന്നൊരുക്കങ്ങളൊക്കെ? എത്ര മണിവരെ ആളിനെ കടത്തിവിടും? എങ്ങനെയാണ് ഗതാഗത നിയന്ത്രണങ്ങൾ? കൊച്ചി പൊളിക്കാൻ തയ്യാറായി കഴിഞ്ഞോ? ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയിലെ പപ്പാഞ്ഞിയെ സ്ഥാപിച്ചെടുത്താണ് സേതുവും സനീഷ് ചേട്ടനും ഹർഷൻ ചേട്ടനും ലക്ഷ്മി പത്മയൊക്കെ ഉള്ളത്. നമ്മുടെ പപ്പാഞ്ഞിയുടെ തൊട്ട് മുന്നിലായിട്ട് ന്യൂസ് മലയാളം നമ്മൾ ഈ പപ്പാഞ്ഞിയെ ഇങ്ങനെ പപ്പാഞ്ഞിയെ നമ്മളിങ്ങനെ എടുത്തു. ഫോർട്ട് കൊച്ചിയിലെ അതെ 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 കത്തിക്കുന്ന പപ്പാഞ്ഞിയുടെ തൊട്ട് മുന്നിൽ തന്നെ നിങ്ങളെല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കണേന്. എന്തായാലും ന്യൂസ് മലയാളം വലിയ ആഘോഷമായി തന്നെയാണ് ഈ പുതുവത്സരത്തെ വരവേൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് ഗാലാഡി കൊച്ചി സ്ഥാപിച്ചിട്ടുള്ള പപ്പാഞ്ഞിക്ക് മുന്നിലാണ്. ഈ കാണുന്നത് പോലെ തന്നെ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഇന്ന് 12 മണിയോടുകൂടി ഈ ഭീമാകാരനായ പപ്പാഞ്ഞി കത്തിയമരും. നമ്മൾക്കറിയാം, ഫോർട്ട് കൊച്ചിയെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങളായിരിക്കും ഇന്ന് ഈ പപ്പാഞ്ഞിയെ കത്തിക്കാനായി ഇവിടേക്ക് എത്തുക. ഒപ്പം തന്നെ ഈ പപ്പാഞ്ഞി എന്ന് പറയുന്നത് പോയ വർഷത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം ഇട്ടുകൊണ്ട് വരും വർഷത്തിൻ്റെ പ്രതീക്ഷ മനസ്സിലിട്ടുകൊണ്ട് ആ പപ്പാഞ്ഞി ഇവിടെ കത്തിയമരുമ്പോൾ എല്ലാ മനുഷ്യരും ആടിയും പാടിയും എല്ലാം ഈ ആഘോഷങ്ങളുടെ ഭാഗമാകും. മറ്റൊന്ന്, ഈ സമയത്ത് കൊച്ചി തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾ, ആ കപ്പലുകളിൽ സൈറൻ മുഴങ്ങും. ഇവിടുത്തെ തെരുവീതികളിലെല്ലാം ആളുകൾ മെഴുകുതിരി കത്തിച്ചും ഒപ്പം തന്നെ ആടിയും പാടിയും കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമെല്ലാം ഈ പുതുവത്സരത്തെ വരവേൽക്കും. അങ്ങനെ ഈ പുതുവത്സരത്തെ വരവേൽക്കുമ്പോൾ കൊച്ചി ഒരുപക്ഷെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയൊക്കെ വലിയ കാഴ്ചയായി ഇന്ന് മാറുമെന്നുള്ളതാണ്. എന്തായാലും ഫോർട്ട് കൊച്ചി അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു. സുരക്ഷ വലിയ രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ ഈ ഫെൻസിങ് എല്ലാം ഇവിടെ ഇട്ട് പല പല ഭാഗങ്ങളിലായിട്ടായിരിക്കും ആളുകളെ നിർത്തുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഓരോ ഘട്ടങ്ങളായി ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി 10,000 പേർ വീതമുള്ള നിൽക്കാൻ കഴിയുന്ന പല പല ഭാഗങ്ങളായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. അങ്ങനെ 4, 5, 6 റോകളായി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാ രീതിയിലും ആളുകൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും പോലീസിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് മാറില്ല എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ കുടുംബസമേതം ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞിയെ കാണാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതും. ഇനി ആളുകളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും ഇങ്ങോട്ടേക്ക്. ആളുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തും, ആ ആഘോഷത്തിൻ്റെ ഭാഗമാകും. കുട്ടികളും ഒപ്പം തന്നെ സ്ത്രീകളും എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകും. ഇവരൊക്കെ ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കാരണം ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഇങ്ങോട്ട് വാന്നേ, എന്താണ് ഒളിച്ച് കളിക്കണം? എന്തായാലും ഇങ്ങോട്ട് വാ. രാവിലെ തന്നെ ഇറങ്ങി പപ്പാഞ്ഞിയെ കാണാൻ. രാവിലെ ഇറങ്ങി. ഹാപ്പിയാണ്? എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ കൊല്ലവും പപ്പാഞ്ഞിയെ കാണാൻ വരാറുണ്ട്. എല്ലാ കൊല്ലവും പപ്പാഞ്ഞിയെ കാണാൻ. എവിടെ വീട്? എവിടെയാ? പള്ളുരുത്തിയിലാണ്. ഇത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും രാവിലെ തന്നെ ചേട്ടനൊക്കെ രാവിലെ നടക്കാൻ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങിയതാണ്. രാവിലെ തന്നെ പപ്പാഞ്ഞിയെ കണ്ടിട്ടേ മടങ്ങുള്ളൂ. പരേഡ് ഗ്രൗണ്ടിലാണ് എപ്പോഴും വന്ന് കാണുന്നത്. അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നു. അത് തന്നെയാണ്. അതായത് വൈകുന്നേരം പപ്പാഞ്ഞിയെ കത്തിക്കുന്നതാണ് ഉണ്ടാവും. പപ്പാഞ്ഞിനെ നമ്മുടെ ക്ലബ്ബിൽ കത്തിക്കുന്ന കാരണം ഇങ്ങോട്ട് അങ്ങനെ വരാറ്. അത് തന്നെയാണ് ഈ കൊച്ചിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇത്തവണ കൊച്ചിക്കാർ മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഒരു സെറ്റ് ആൾക്കാരെ ഇങ്ങോട്ട് ഇറക്കുന്നുണ്ട് വൈകുന്നേരം പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ വരാൻ വേണ്ടിയിട്ട്. സഹിൻ അവിടെ തന്നെ നിൽക്കണം, നമുക്ക് അവിടെ വെച്ച് വീണ്ടും കാണേണ്ടതാണ്. അപ്പോൾ കൊച്ചി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു, പപ്പാഞ്ഞി റെഡിയാണ്. ഇനി പുതുവത്സരത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. സഹിൻ ആന്റണി അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഈ ദിവസത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടേക്ക് പോകും, ഈ കാഴ്ചകളൊക്കെ കാണും, ആളുകളുടെ പ്രതികരണം ഒക്കെ കേൾക്കും.